അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 27 തിങ്കളാഴ്ച. ഇന്ത്യ സഖ്യകക്ഷികളായ കോൺഗ്രസിന്റെയും SPയുടെയും വിജയത്തിനായി പാകിസ്ഥാനിൽ പ്രാർത്ഥന നടക്കുകയാണെന്നും അതിർത്തിക്കപ്പുറമുള്ള ജിഹാദികൾ മുഴുവൻ അവരെ പിന്തുണയ്ക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വോട്ട് ജിഹാദിനായി കോൺഗ്രസും SPയും ആഹ്വാനം ചെയ്യുന്നുവെന്ന് പറഞ്ഞ മോദി, ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ തയ്യാറായ രാജ്യങ്ങളെ കോൺഗ്രസ് തടസ്സപ്പെടുത്തിയെന്നും കുറ്റപ്പെടുത്തി. അതേസമയം കുട്ടിക്കാലത്ത് കപ്പുകളും പ്ലേറ്റുകളും കഴുകിയാണ് താൻ വളർന്നതെന്നും ചായ വിളമ്പി വളർന്ന മോദിക്ക് ചായയുമായി വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ടെന്നും ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവേ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ സഖ്യം മുസ്ലിം വോട്ടർമാരുടെ അടിമകളായി തുടരുകയാണെന്നും അവരെ പ്രീതിപ്പെടുത്താൻ മുജ്ര നൃത്തമാടുകയുമാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണത്തെ വിമർശിച്ച് പ്രതിപക്ഷ കക്ഷികൾ. ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റൊരു പ്രധാനമന്ത്രിയും ഉപയോഗിക്കാത്ത വാക്കുകളെടുത്താണ് മോദി പ്രതിപക്ഷത്തെ അധിക്ഷേപിക്കുന്നതെന്നും താൻ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും പ്രതിനിധിയാണെന്ന കാര്യം അദ്ദേഹം മറക്കുന്നുവെന്നും പദവിയുടെ അന്തസ്സ് നിലനിർത്തേണ്ടത് മോദിയുടെ ഉത്തരവാദിത്തമാണെന്നും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. പ്രധാനമന്ത്രിയുടെ മനോനില പരിശോധിക്കണമെന്നും അമിത്ഷായും JP നഡ്ഡയും അദ്ദേഹത്തെ ഉടൻ ചികിത്സയ്ക്ക് അയക്കണമെന്നും കോൺഗ്രസ് വക്താവ് പവൻ ഖേരയും. നാരീശക്തിയിൽ നിന്ന് ആ മനുഷ്യൻ ഇപ്പോൾ മുജ്ര പോലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിലേക്ക് മാറിയിരിക്കുകയാണെന്ന് തൃണമൂൽ MP സാകേത് ഖോഖലെയും പ്രതികരിച്ചു. ദില്ലിയിലെ വിവേക് വിഹാറിലെ കുട്ടികളുടെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 7 നവജാത ശിശുക്കൾ മരിച്ചു. 5 കുഞ്ഞുങ്ങൾ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. നവജാത ശിശുക്കളുടെ ആശുപത്രിക്കൊപ്പം ഓക്സിജൻ റീഫില്ലിംഗ് കേന്ദ്രവും പ്രവർത്തിച്ചിരുന്നുവെന്ന് പരിക്കേറ്റവർ ആരോപിച്ചു. അനധികൃതമായാണ് ഈ സംവിധാനം പ്രവർത്തിച്ചിരുന്നത്. പലതവണ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല. 5 തവണ പൊട്ടിത്തെറിയുണ്ടായെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ലഫ്റ്റനന്റ് ഗവർണർ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. മദ്യനയത്തിൽ യോഗം വിളിച്ചതിന് തെളിവ് പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മെയ് 21 ടൂറിസം വകുപ്പ് വിളിച്ച യോഗത്തിൽ ഡ്രൈഡേ വിഷയം ചർച്ചയായെന്നും തുടർന്നാണ് പണപ്പിരിവ് നടന്നതെന്നും VD സതീശൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സൂം മീറ്റിംഗിന്റെ ലിങ്ക് അടക്കം പുറത്തുവിട്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. മദ്യനയത്തിൽ ടൂറിസം മന്ത്രിയും എക്സൈസ് മന്ത്രിയും പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും മദ്യനയത്തിൽ ആലോചന നടന്നിട്ടില്ലെന്നത് കള്ളമാണെന്നും സതീശൻ വ്യക്തമാക്കി. വിഷയത്തിൽ ടൂറിസം മന്ത്രിയും ഇടപെട്ടിട്ടുണ്ടെന്നും ടൂറിസം മന്ത്രി എക്സൈസ് മന്ത്രിയെ മറികടന്നാണ് ഇടപെട്ടതെന്നും ഇത് എന്തിനായിരുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു. മദ്യനയ മാറ്റത്തിൽ പരാതി ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാത്തതെന്നും മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്നും VD സതീശൻ ചോദിച്ചു. മദ്യനയം ചർച്ച ചെയ്യാനല്ല യോഗം വിളിച്ചതെന്നും ഇൻഡസ്ട്രി കണക്ടിന്റെ ഭാഗമായി നടത്തിയ മീറ്റിംഗിനെ കുറിച്ച് തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണ് പരക്കുന്നതെന്നും ടൂറിസം ഡയറക്ടർ. കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി അടക്കമുള്ള ഈ മേഖലയിലെ സംഘടനകൾ മുന്നോട്ട് വെച്ച വിവിധ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാനാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ യോഗം 21 വിളിച്ചു ചേർത്തത്. യോഗത്തിൽ പങ്കെടുത്തവരുടെ വിശദാംശങ്ങളിൽ നിന്ന് തന്നെ ഇത് ബാർ ഉടമകളുടെ മാത്രമായതോ സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ടതോ ആയ പ്രത്യേക യോഗമല്ല എന്നത് വളരെ വ്യക്തമാണെന്നും ടൂറിസം ഡയറക്ടർ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന വാങ്ങുന്നതിന് BJP എതിരല്ലെന്നും പക്ഷേ കൈക്കൂലി വാങ്ങി സർക്കാർ നയം രൂപീകരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും കേന്ദ്രമന്ത്രി V മുരളീധരൻ. ടൂറിസം എക്സൈസ് മന്ത്രിമാർ അറിയാതെ മദ്യനയം മാറ്റം നടക്കില്ല. ഇതേ മോഡൽ കൈക്കൂലി കേസിലാണ് മുഖ്യമന്ത്രിയുടെ സുഹൃത്ത് അരവിന്ദ് കെജ്രിവാൾ അഴിയെണ്ണുന്നത്. കേന്ദ്ര ഏജൻസിയെ അന്വേഷണം ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. പണം കിട്ടാൻ മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പോകുന്ന പിണറായി വിജയൻ മാതൃകയാക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. തിരഞ്ഞെടുപ്പ് അടുത്തില്ലാത്തതുകൊണ്ട് കെജ്രിവാളിനെ കോടതിയിൽ നിന്ന് കിട്ടിയ ആനുകൂല്യമൊന്നും പിണറായി പ്രതീക്ഷിക്കേണ്ടെന്നും മദ്യനയത്തെക്കുറിച്ച് ചർച്ച നടന്നിട്ടേ ഇല്ലെന്നാണ് എക്സൈസ് മന്ത്രി പറയുന്നതെന്നും ഇതുകൊണ്ടൊന്നും ജനത്തെ കബളിപ്പിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എക്സൈസ് മന്ത്രി MP രാജേഷിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ യൂത്ത് കോൺഗ്രസ്. ബാർക്കോഴ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് MP രാജേഷിന്റെ ഓഫീസിൽ നോട്ടെണ്ണൽ യന്ത്രമെത്തിച്ച് പ്രതിഷേധിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചു. കേരളത്തിലെ മദ്യനയ അഴിമതിയുടെ മുഖ്യ സൂത്രധാരൻ MP രാജേഷാണെന്നും രാഹുൽ ആരോപിച്ചു. മദ്യനയത്തിൽ പ്രതിപക്ഷം തണുത്തുറഞ്ഞിരിക്കുകയാണെന്ന് KCBC മദ്യവിരുദ്ധ സമിതി വിമർശിച്ചു. എന്നാൽ കൊച്ചിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ KCBCയുടെ പ്രസ്താവനയോടുള്ള പ്രതികരണം ആരാഞ്ഞപ്പോൾ 800 ബാറുകൾ അനുവദിച്ചപ്പോൾ അവർ എവിടെയായിരുന്നുവെന്ന് VD സതീശൻ ചോദിച്ചു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ്. അന്നത്തെ മുത്തശ്ശിയെ പോലെ
എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. തിരുവനന്തപുരത്ത് നെയ്യാർ ഡാമിൽ നടക്കുന്ന KSUവിന്റെ സംസ്ഥാന ക്യാമ്പിൽ കൂട്ടത്തല്ലെന്ന് റിപ്പോർട്ടുകൾ. നിരവധി ഭാരവാഹികൾക്ക് പരിക്കേറ്റെന്നും രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തുവെന്നും റിപ്പോർട്ടുണ്ട്. സംഭവത്തിൽ KPCC പ്രസിഡന്റ് K. സുധാകരൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. KPCC ജനറൽ സെക്രട്ടറിമാരായ പഴകുളം മധു, MM നസീർ, ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് AK ശശി എന്നിവരടങ്ങിയ 3-അംഗ സമിതിയെ അന്വേഷണത്തിനായി നിയോഗിച്ചു. സംസ്ഥാന ക്യാമ്പിൽ ചില തർക്കങ്ങളുണ്ടായെന്നും അതിനെ പർവ്വതീകരിച്ച് കാണിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. ഒരു ക്യാമ്പസിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ തർക്കത്തെ ചൊല്ലിയുള്ള പ്രശ്നമാണ് പഠന ക്യാമ്പിൽ ഉണ്ടായതെന്നും സംഘർഷം ചില മാധ്യമങ്ങളുടെ അജണ്ടയാണെന്നും അദ്ദേഹം വിമർശിച്ചു. സംസ്ഥാന ക്യാമ്പ് നടത്തിപ്പിൽ KSU പൂർണ്ണ പരാജയമെന്ന് നെയ്യാറിലെ സംസ്ഥാന ക്യാമ്പിലെ കൂട്ടത്തല്ല് അന്വേഷിച്ച KPCC അന്വേഷണ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ട്. വിശദമായ അന്വേഷണം നടത്തി കൂടുതൽ പേർക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്ന് റിപ്പോർട്ട് പറയുന്നു. KPCC നേതൃത്വവുമായി ആലോചിക്കാതെയാണ് ക്യാമ്പ് നിശ്ചയിച്ചതെന്നും K. സുധാകരനെ ക്ഷണിക്കാഞ്ഞത് വിഭാഗീയതയുടെ ഭാഗമാണെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. സംസ്ഥാന പോലീസ് മേധാവിക്കൊപ്പം ADGPമാരും പങ്കെടുക്കും. മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് യോഗം. തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാൽ അജണ്ടയില്ലാതെയാണ് യോഗം ചേരുന്നത്. സമകാലിക സംഭവങ്ങളും പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും യോഗത്തിൽ ചർച്ചയാകും. ഒരു വർഷം 1 കോടി യാത്രക്കാരെ സ്വീകരിച്ച് ചരിത്രം സൃഷ്ടിച്ചാണ് കൊച്ചി വിമാനത്താവളം 25-ാം വാർഷികം ആഘോഷിക്കുന്നതെന്ന് മന്ത്രി P. രാജീവ്. 2023-ലാണ് 1 വർഷം 1 കോടി യാത്രക്കാരെന്ന റെക്കോർഡ് സിയാൽ പൂർത്തീകരിച്ചത്. ദക്ഷിണേന്ത്യയിൽ പ്രതിവർഷം 1 കോടി യാത്രക്കാർ ഉപയോഗിക്കുന്ന 4ാമത്തെ വിമാനത്താവളമായി ഇതോടെ സിയാൽ മാറിയെന്നും മന്ത്രി അറിയിച്ചു. തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോട് ഓഫീസർ കമാൻഡന്റ് മോശമായി പെരുമാറിയെന്ന പരാതിയിൽ അന്വേഷണം വേഗത്തിലാക്കണമെന്ന് നിർദ്ദേശിച്ചതായി അക്കാദമി ഡയറക്ടർ അറിയിച്ചു. സംഭവത്തിൽ പോലീസ് അക്കാദമി അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകണമെന്നാണ് ഡയറക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് കിട്ടും വരെ ഓഫീസറെ താൽക്കാലികമായി ചുമതലയിൽ നിന്നും മാറ്റി നിർത്താൻ നിർദ്ദേശിച്ചതായും ഡയറക്ടർ അറിയിച്ചു. തിരുവനന്തപുരത്തെ വെള്ളപ്പൊക്ക ദുരിത നിവാരണത്തിന് 200 കോടി രൂപയുടെ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. തലസ്ഥാന ജില്ലയിൽ മഴക്കെടുതികൾ മൂലം തുടർച്ചയായി സംഭവിക്കുന്ന ദുരിതങ്ങൾക്ക് സ്ഥായിയായ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾക്കായാണ് പണം അനുവദിച്ചത്. ചോർച്ചയും അഴിമതിയും കൂടാതെ കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി ഈ തുക നേരായ രീതിയിൽ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആവശ്യപ്പെട്ടു. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റാമൽ ചുഴലിക്കാറ്റ് സംബന്ധിച്ച സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രി അവലോകന യോഗം ചേർന്നു. ചുഴലിക്കാറ്റിനെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങളും രക്ഷാപ്രവർത്തനത്തിന് വേണ്ട സജ്ജീകരണങ്ങളുമടക്കം വിലയിരുത്തി. പശ്ചിമബംഗാളിനും ബംഗ്ലാദേശിനും ഇടയിലൂടെ സഞ്ചരിക്കുന്ന റാമൽ മണിക്കൂറിൽ 90 മുതൽ 110 കിലോമീറ്റർ വരെ വേഗതയിലാകും കരതൊടുക. പശ്ചിമബംഗാൾ, ഒഡീഷ, ത്രിപുര സംസ്ഥാനങ്ങളിൽ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 135 കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റിനൊപ്പം റാമൽ ചുഴലിക്കാറ്റ് ബംഗ്ലാദേശിന്റെയും പശ്ചിമബംഗാളിന്റെയും തീരങ്ങൾക്കിടയിൽ കരതൊട്ടു. കനത്ത മഴയിൽ വീടുകളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറി. ഇന്നലെ രാത്രി 8:30 പശ്ചിമബംഗാളിന്റെയും ബംഗ്ലാദേശിന്റെയും അടുത്തുള്ള തീരങ്ങളിൽ സാഗർ ദ്വീപിനും കെപ്പുപാറയ്ക്കും ഇടയിൽ അയൽരാജ്യമായ മോംഗ്ലയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് റാമൽ കരതൊട്ടത്. നിരവധി ദുർബലമായ വാസസ്ഥലങ്ങൾ നിരപ്പാക്കുകയും മരങ്ങളും വൈദ്യുതി തൂണുകളും റാമൽ കടപുഴക്കിയെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിമിംഗ് സെന്ററിന് തീപിടിച്ചുണ്ടായ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 32ആയി. അപകടം നടന്ന് 24 മണിക്കൂർ പിന്നിട്ടിട്ടും കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഇതിനിടെ ഗെയിമിംഗ് സെന്റർ ഉടമ ഉൾപ്പെടെ 6 പേർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തും. ഗാന്ധിനഗറിൽ നിന്നുള്ള ഫോറൻസിക് സംഘം ദുരന്ത സ്ഥലത്തു നിന്നും തെളിവുകൾ ശേഖരിച്ചു. ദില്ലി വിവേക് വിഹാർ ആശുപത്രിയിലുണ്ടായ അത്യാഹിതം ഹൃദയഭേദകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുഃഖിതരായ കുടുംബാംഗങ്ങൾക്കൊപ്പം താനുണ്ടെന്നും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. പ്രശസ്ത യൂട്യൂബർ ധ്രുവ് റാത്തിയുടെ വീഡിയോയ്ക്ക് പിന്നാലെ തനിക്കെതിരെ ബലാത്സംഗ ഭീഷണിയും വധഭീഷണിയുമുണ്ടെന്ന് രാജ്യസഭ MP സ്വാതി മലിവാൾ തനിക്കെതിരെ കുപ്രചരണം നടത്തുന്നുവെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതായും സ്വാതി മലിവാൾ പറഞ്ഞു. പ്രോജക്ട് ടൈഗർ പദ്ധതി 50 വർഷം പിന്നിട്ടതിന്റെ ആഘോഷ പരിപാടികൾക്കായി മൈസൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും താമസിച്ച ഹോട്ടൽ ബില്ലായ 80.6 ലക്ഷം രൂപ ഇനിയും അടയ്ക്കാത്തതിനാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് റാഡിസൺ ബ്ലൂ പ്ലാസ ഹോട്ടൽ അറിയിച്ചു. ഹോട്ടൽ ബിൽ ആര് കൊടുക്കുമെന്നതിന്റെ പേരിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ തർക്കമുണ്ടായതിനെ തുടർന്നാണ് ബില്ലടയ്ക്കാൻ വൈകിയതെന്നാണ് വിശദീകരണം. ഖത്തറിൽ ഇന്നു മുതൽ ശക്തമായ വടക്കു പടിഞ്ഞാറൻ കാറ്റിന് സാധ്യത. ചിലയിടങ്ങളിൽ പൊടിക്കാറ്റും ശക്തമാകും. ഇന്നു മുതൽ ആരംഭിക്കുന്ന ശക്തമായ കാറ്റ് ഈ ആഴ്ച മുഴുവൻ തുടരുമെന്നും ഖത്തർ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇസ്രായേലിന് നേരെ വീണ്ടും ഹമാസിന്റെ മിസൈൽ ആക്രമണം. ഇസ്രായേലിലെ രണ്ടാമത്തെ വലിയ നഗരമായ ടെല്ലവീവിലേക്ക് തെക്കൻ ഗാസ നഗരമായ റഫേൽ നിന്നാണ് 8ഓളം മിസൈലുകൾ ഹമാസ് തുടരെ തൊടുത്തത്. 17ാമത് IPL കിരീടം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്. ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 8 വിക്കറ്റിന് തകർത്താണ് കൊൽക്കത്ത തങ്ങളുടെ 3ാമത്തെ IPL കിരീടത്തിൽ മുത്തമിട്ടത്. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഹൈദരാബാദിനെ വെറും 114 റൺസ് നേടാൻ മാത്രമേ സാധിച്ചുള്ളൂ. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്ത 10.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. 26 പന്തിൽ പുറത്താവാതെ 52 റൺസെടുത്ത വെങ്കടേഷ് അയ്യരും 39 റൺസെടുത്ത റഹ്മാനുള്ള ഗുർബാസുമാണ് കൊൽക്കത്തയെ വിജയത്തിലേക്ക് നയിച്ചത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.